അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ദേഹേച്ഛകൾ, അതായത് നോമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ദേഹേച്ഛകളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവയെ കരിച്ചു കളയുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം ഈ ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവയെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ ദേഹേച്ഛകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അറബിയിൽ പറയും ഹവൻ നഫ്സ്, ദേഹത്തിൻ്റെ ഇച്ഛകൾ. ഇത് നോമ്പിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് വെടിയാന്നുള്ളത്. അപ്പോൾ എന്താണ് ഹവൻ നഫ്സ്, ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ? അത് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ഈ വിഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ ബഹുദൈവ ആരാധന എന്ന് പറയും, പല ദൈവങ്ങൾ ആരാധിക്കുക. അപ്പോൾ ഈ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ആന്തരികമായ കാര്യങ്ങൾ നടക്കുന്ന ബഹുദൈവാരാധനൻ്റെ ഉള്ള ബിംബങ്ങളാണ് ഹവകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത് ഒരു ബഹുദൈവാരാധനയാണ്. എന്താണെന്ന് വെച്ചാൽ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞ് അഫമൻ ഇത്തഖദ ഇലാഹു ഹവാ, സ്വന്തം ഇച്ഛകളെ, ഹവൻ നഫ്സിനെ ഇലാഹാക്കിയവരെ ഇലാഹാക്കുന്നവരെ കണ്ടിട്ടില്ലേ? അപ്പം അഫമനിത്തഖദ ഇലാഹു ഹവാ, അപ്പോൾ അവിടെ ഇലാഹാക്കിയത് എന്തിനാണ്? ഈ ഹവനാണ്. അപ്പം ഇലാഹ്, നമ്മൾ ഈ കലിമയുടെ ആത്യന്തികമായ ഒരു പ്രത്യക്ഷാർത്ഥം, നമ്മൾ ഇലാഹ് ഇല്ല അള്ളാഹു അല്ലാതെ എന്നുള്ളതാണല്ലോ. അപ്പം ഈ അവിടെ പറയുന്ന കലിമയിൽ പറയുന്ന ഇലാഹ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇലാഹിൻ്റെ ഒരു വിഷയമാണ്, ആ ഇലാഹാണ് ഈ ദേഹേച്ഛകൾ എന്ന് പറയുന്നത്. ദേഹേച്ഛകൾ നമ്മളിലുള്ള ഇലാഹുകളിൽ പെട്ട കുറേ ഇലാഹുകളാണ്. അത് പലതരത്തിലെ ഇലാഹുകൾ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹുദൈവാരാധനയാണ്. ആ ഇലാഹുകളാണ് ഇപ്പോൾ ചില പ്രശസ്തി മോഹം, പിന്നെ അതേപോലെ സാമ്പത്തികമായിട്ടുള്ള മോഹങ്ങൾ, പിന്നെ ആ ഭക്ഷണത്തോടുണ്ടാകുന്ന ആർത്തികൾ, അതോടൊപ്പം ലൈംഗികമായ ആർത്തികൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഹവകളുമായി ഇലാഹുകളുടെ ആരാധനകളിലൂടെയാണ് മനുഷ്യനിങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഈ ആരാധനകളിൽ നിന്നൊക്കെ ഒരു തൗഹീദിനായിട്ടുള്ളൊരു ഏകത്വത്തിലേക്കുള്ള ഒരു അവസ്ഥകൾ കിട്ടുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് അയാൾ നോമ്പിൻ്റെ ഒരവസ്ഥകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അയാൾക്ക് ഈ വികാരങ്ങളെയൊന്നും ഉദ്ദീപിപ്പിക്കുന്ന ഒരു പ്രേരണകളും അയാൾക്ക്, എല്ലാ പ്രേരണകൾക്കും കാരണമായെന്ന അടിസ്ഥാനപരമായ രണ്ട് സാധനങ്ങളാണ്, ഒന്ന് വയറും മറ്റൊന്ന് ലൈംഗികമായ കേന്ദ്രങ്ങളും. അപ്പോൾ ഈ രണ്ട് കേന്ദ്രങ്ങളെയാണ് ബേസിക്കായിട്ട് അടക്കുമ്പോൾ മറ്റ് ആഗ്രഹങ്ങളെയും മറ്റ് വിഷയങ്ങളെയൊക്കെ അടക്കാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് സാധനങ്ങളും അടക്കി മറ്റുള്ള ശിർക്കുകൾ, മറ്റുള്ള ബഹുദൈവാരാധനയുടേതായ കേന്ദ്രങ്ങൾ ഒക്കെ തുറന്നു വിടുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നോമ്പിൻ്റേതായ താല്പര്യങ്ങൾ എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നോമ്പിൻ്റേതായ ലക്ഷ്യങ്ങളിലേക്ക് അത് പോകില്ല. അപ്പം നോമ്പ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇലാഹുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് മനുഷ്യൻ ആത്യന്തികമായി ചെയ്യേണ്ടത് ഈ കെലിമയെ, പരിശുദ്ധമാക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കെലിമയെ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള പൂർണ്ണമായ ആ കെലിമയെ ഒരു ഷെയ്ഖിൽ നിന്ന്, ഒരു വലിയ മുർഷിദിൽ നിന്ന് കരഗതമാക്കുക. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് അൽ കഹ്ഫിൽ പറഞ്ഞത് വമൻ യുദ്ലിൽ ഫലൻ തജിദ വലിയ മുർഷിദ. അള്ളാഹു ഒരാളെ വൈകേടിയാക്കിയാൽ ഓനൊരു വലിയ മുർഷിദിനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ വലിയ മുർഷിദിലൂടെയാണ് ഒരാൾക്ക് എങ്ങനെയാണ്, ഒരു വലിയ മുർഷിദ് മുഖാന്തരമാണ് എങ്ങനെയാണ് ഈ ഹവൻ നഫ്സിനെ കീഴ്പ്പെടുത്താം, എന്താണ് ഈ ഹവൻ നഫ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പരിശുദ്ധമാക്കപ്പെട്ട ആ കെലിമയുടെ വചനം, ആ വചനം കൊണ്ട് അയാളുടെ ഒരു പ്രവാചകനിൽ നിന്നും സനത് മുറിയാതെ വരുന്ന ഒരു വലിയ മുർഷിദിലൂടെ അത് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ അയാൾക്ക് ഈ
ഹവൻ നഫ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, നമ്മൾ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം, നോമ്പ് 1 തൊട്ട് 30 വരെ പരമാവധി എല്ലാവരും ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നുണ്ടാവും, പക്ഷെ അല്ലാത്തതും ഉണ്ട്. പക്ഷേ ഈ അല്ലാത്ത സമയങ്ങളിൽ കയറൂരി വിട്ട ഒരവസ്ഥയാണ്. അപ്പം നോമ്പ് കൊണ്ട് അവർക്കൊരു കാര്യം കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ വേറെ മറ്റെന്ത് വിഷയങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായി? നോമ്പിൻ്റെ 2 തരത്തിൽ നോമ്പിനെ കുറിച്ച് കാണണം. ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് 2 മിനിമമാണ്. അതായത് ഒന്ന് ഭൗതികമായിട്ടുള്ള നോമ്പ്, അതിന് ശരീഅത്തിൻ്റെ നോമ്പ് എന്ന് പറയും. ശരീഅത്തിൽ ഒരു നോമ്പ്, ശരീഅത്തിലെ നോമ്പാണ് ഇപ്പോൾ നമ്മൾ പൊതുസമൂഹങ്ങളും പൊതുമണ്ഡലത്തിലൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നുള്ളൂ, ഈ ശരീഅത്തിൻ്റെ നോമ്പ്. അതേസമയം നോമ്പിൻ്റെ ആത്യന്തികമായ തേട്ടം നോമ്പിൻ്റെ ആത്മീയ യാത്രയിൽ ആത്മീയമായ വഴികൾ, അല്ലെങ്കിൽ കൽബിൻ്റേതായ ലോകത്തിൻ്റെ, പിന്നെ അതിന് ത്വരീഖത്ത് എന്ന് പറയും. അപ്പം ആ വിഷയത്തിലുള്ള നോമ്പ്, ശരീഅത്തിലൊരു നോമ്പുണ്ട്, ത്വരീഖത്തിലൊരു നോമ്പുണ്ട്. അപ്പം അത് ആന്തരാവയവങ്ങളുടെ നോമ്പാണ്. ഈ ആന്തരാവയവങ്ങളുടെ നോമ്പ് എങ്ങനെയാണ് പുലർത്തുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കാര്യം മനസ്സിലാവില്ല. അപ്പം ആന്തരാവയവങ്ങളുടെ നോമ്പ് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. അപ്പോൾ എന്താണ്, ആ റമളാൻ മാസം ഖുർആൻ ഇറക്കപ്പെട്ട മാസം, അതിൻ്റെ പവിത്രത ഒക്കെ പറഞ്ഞു. ഈ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ, ഈ മാസത്തിന് നിങ്ങൾ സാക്ഷിയാൽ ഫല്യസും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞത് ഹൃദയത്തിനാണ്. അപ്പം ഹൃദയം അള്ളാഹുവിൻ്റെതായ പ്രകാശങ്ങളെയും അള്ളാഹുവിൻ്റെ ആ അവസ്ഥയിലും പിടിച്ചു നിൽക്കുക. കാരണം അതിലെ മറ്റ് കാര്യങ്ങൾ അതിലേക്ക് ചേരാത്ത വിധത്തിൽ അതെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്നാമത് നേരത്തെ നമ്മൾ പറഞ്ഞ വഴിക്ക് തന്നെ പോകേണ്ടി വരും. കാരണം ഈ ഹൃദയങ്ങളെ സദാസമയം തസ്കിയത്ത് സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ദിക്റും അതിൻ്റെ സാക്ഷിത്വവും അയാൾക്ക് വേണം. അപ്പം അതിൽ പരമാവധി അയാൾ പിടിച്ചു നിൽക്കുക. അതേ അയാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ആയുധം എന്തിനാണ് ഈ പിടിച്ചു നിൽക്കേണ്ടത് വെച്ചാൽ, ഹൃദയ ലോകത്ത് ചെയ്യേണ്ട ഒരു അമലും എന്ത് സാക്ഷിത്വവും ഇല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ റൂഹിൻ്റെ ലോകത്തേക്ക്, ഈ കാര്യത്തിലേക്ക് അയാൾ പ്രവേശിച്ചിട്ട് അവിടുത്തെ സാക്ഷിത്വത്തിലേക്ക് അയാൾക്ക് സദാസമയം നിലകൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കെലിമയുടെ കെലിമയുടെ താല്പര്യമോ തൗഹീദിൻ്റെ താല്പര്യമോ അയാളിൽ ഉണ്ടാവില്ല. അപ്പം ആന്തരികമായ ലോകത്തുള്ള നോമ്പില്ലാതെ പ്രത്യക്ഷമായ അർത്ഥത്തിലുള്ള നോമ്പ് കൊണ്ട് നമ്മളെന്താണ്, ഇപ്പോൾ ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഇപ്പോൾ വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഭയാനകമായ നരകം എന്ന് പറഞ്ഞെന്താണ്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തിൽ അവർക്ക് ഇതൊന്നും ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരിലില്ല എന്നുള്ള. അപ്പോൾ അതേപോലെ തന്നെയാണ് നോമ്പ് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അത് എന്ന് കരുതുകയും ആന്തരാർത്ഥത്തിലുള്ള നോമ്പിൻ്റെതായ താല്പര്യം. കാരണം നിങ്ങളോടൊരു കാര്യം ഫല്യസുംഹ്, നിങ്ങൾ നോമ്പ് നോൽക്കി എന്ന് കൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ആന്തരികമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് പിന്നെ നിങ്ങൾ ഈ ശരീരത്തിലേക്ക് കയറുന്ന മുമ്പേ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ ഘട്ടത്തിൽ കരാറ് ചെയ്ത കാലഘട്ടത്തിലേ ഉള്ളൊരു സംഗതിയാണ്. അത് പല കാലങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ ഒക്കെ വന്നു എന്ന് നമ്മൾ വെക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അത് പല കാലഘട്ടങ്ങളിലൂടെയും ഇനിയും അനന്തകാലം ശിക്ഷ അനുഭവിക്കുന്നു, രക്ഷ അനുഭവിക്കണം. ഈ ശരീരത്തിൽ നിന്ന് അത് തെറിച്ചു പോകുമ്പോൾ അത് പിന്നെയും അനന്തമായി ഇവിടെ ഉണ്ട്. അപ്പം അതിനോടാണ് ഈ നോമ്പ് ഒരുക്കാൻ പറയുന്നത്. അതായത് ഈ കൽപ്പനൻ്റെ ഒന്നാമത്തെ ഒരു കൽപ്പന വരുന്നത് ഈ ആന്തരികമായ ബോഡിക്കാണ്. അപ്പോൾ ഇന്നർ ബോഡി എങ്ങനെ, ഈ നിങ്ങളുടെ ഇന്നർ ബോഡി ഈ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോമ്പിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലൊരു കാര്യം. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കുക, ഈ പല ഔലിയാക്കളെയും വിഷയങ്ങൾ, ഓരോ അവസ്ഥകളിലെത്തുന്ന ഔലിയാക്കളുണ്ടാവും. അവർ ഈ ദേഹേച്ഛ എന്ന് പറയുമ്പം ഞാനൊരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരാളാണ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന അങ്ങനെ ചില ആളുകൾക്ക് ഇപ്പോൾ അവരെ കുറിച്ച് തോന്നുകയാണ്, ഇപ്പോൾ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണെന്ന്. അങ്ങനത്തെ ഒരു സംഗതി ആണെങ്കിൽ അതൊരാൾക്ക്, ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അതിന് ഉജ്ബ് എന്ന് പറയും. അതായത് ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ഭയങ്കര വിനയമുള്ള ആളാണെന്ന് തോന്നുന്നു, അത് ഏറ്റവും വലിയ ഒരു അഹങ്കാരമാണ്. അതായത് ഞാൻ കുറച്ച് നല്ല ആളാണെന്ന് ഒരാൾക്ക് തോന്നുകയാണ്, അത് അയാളുടെ ഏറ്റവും വലിയ അഹങ്കാരമാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ,
ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പൊതുവിൽ ഉണ്ടാകുമെന്ന് ഹദീസിൽ ഒക്കെ പറയപ്പെട്ട ഒരു സംഗതിയാണ് ഈ അഹങ്കാരവുമായി അല്ലെങ്കിൽ അസൂയവുമായൊക്കെ ബന്ധപ്പെട്ട്. അപ്പം ഇങ്ങനത്തെ ഹൃദയത്തിൻ്റെ ദോഷങ്ങൾ കാരണം വെച്ചാൽ ഈ നമ്മൾ മറ്റുള്ള ആളുകളെക്കാളും നമ്മൾ ഉയർന്ന ഒരു സ്റ്റേജിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരൊക്കെ നിയന്ത്രിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ മാനദണ്ഡമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടോ ചില ആത്മീയമായ അറിവുകളൊക്കെ ഉണ്ടായത് കൊണ്ടോ നമുക്ക് വേറെ ആളുകളെക്കാളും ഉന്നതരാണ് എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ഒരു സംഗതി യാഥാർത്ഥ്യത്തിൽ ആർക്കും ഇല്ല ലോകത്ത്. കാരണം ഏത് സമയത്തും മരണം വരെ ഏതൊരു സെക്കൻഡ് കൊണ്ടും അയാളിപ്പോൾ അവസ്ഥയിൽ നിന്ന് അയാൾക്ക് ഇത് മാറ്റപ്പെടാം. അപ്പം കറാഹത്തോ ഹറാമോ എന്നുള്ളതല്ല, കാരണം അയാളിൽ ഈ ഗോപ്യമായ ശിർക്ക്, ഗോപ്യമായ ബഹുദൈവാരാധന ചിലപ്പോൾ അയാളിൽ ഉണ്ടാവാം. കാരണം അയാൾക്ക് സ്വയം ഞാൻ നല്ല ആളാണെന്ന് തോന്നിയാൽ അതിനേക്കാളും വലിയൊരു തിന്മ, അതിനേക്കാളും വലിയൊരു പാപം അയാളിലില്ല. അപ്പം പക്ഷെ ആ പാപത്തെക്കുറിച്ച് ബോധമില്ലാതെയാണ് അയാൾ ഞാനൊരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് പോലും ചെയ്യുന്നില്ല എന്നുള്ള ബോധത്തിലിരിക്കുന്നത്. കാരണം അത് ഏറ്റവും വലിയ ഒരു അഹങ്കാരത്തിൻ്റെ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം ഓരോരുത്തരും സ്വന്തത്തിൻ്റെ അവസ്ഥകളും സ്വന്തത്തിൻ്റെ കുറവുകളും മനസ്സിലാക്കാനും അതിനെ വിചാരണ ചെയ്യാനുമുള്ള ഒരു അവസ്ഥ റമദാനിലൂടെ ഉണ്ടായിത്തീരണം എന്നുള്ളത്.